ഇന്നത്തെ നമ്മുടെ റെസിപ്പി എരിവും പുളിയും മധുരവും ഒക്കെ കലർന്നിട്ടുള്ള നല്ലൊരു ടൊമാറ്റോ പിക്കിളിൻ്റെയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ടൊമാറ്റോ പിക്കിൾ ഉണ്ടെങ്കിൽ ചോറിന് വരെ കറിയുടെ ആവശ്യമേ ഇല്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ആദ്യം നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഒന്ന് ടബിൽ വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കാം. അതിനുശേഷം ഇതേമാതിരി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനിയൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 1/2 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 20 വെളുത്തുള്ളി അല്ലി ഒന്ന് നീളത്തിൽ മുറിച്ചതും, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തത് നെല്ലിക്ക വലുപ്പത്തിൽ അളവിലെടുത്തിരിക്കുന്ന പുളിയാണ്, വാളംപുളി. അതിൻ്റെ കുരുവൊക്കെ പോക്കിയിട്ട് ഇതേമാതിരി ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അടുത്തത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടേ. ഇങ്ങനെ മൂടി വെക്കുകയാണെങ്കിൽ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്ത് ഇതേമാതിരി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു തക്കാളി അച്ചാറിൽ തീരെ വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു 6 മാസം അളവിൽ എന്തായാലും നമുക്ക് സൂക്ഷിച്ച് എടുത്തു വെക്കാവുന്നതാണ്. നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ എയർടൈറ്റുള്ള കുപ്പിയിൽ വെക്കണം, എന്നാലാണ് ചീത്തയാകാതിരിക്കുക. അതേമാതിരി ഇതിൽ തീരെ വിനാഗിരിയും ചേർക്കുന്നില്ല. വിനാഗിരിക്ക് പകരം നമ്മൾ പുളിയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ നല്ല പഴുത്ത തക്കാളി തന്നെ നിങ്ങൾ തിരഞ്ഞ് എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കായപ്പൊടി, 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ വഴറ്റാൻ തുടങ്ങിയിട്ട്. ഇനി ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അച്ചാർ നല്ലെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞു വരുന്നതാണ്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേമാതിരി ഞാനിതിൽ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എരിവ് വേണ്ടവർക്ക് പകുതി എരിവുള്ള മുളക് പൊടിയും പകുതി കാശ്മീരി മുളക് പൊടിയുമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഞാനൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം വേണം ഇത് കുപ്പിയിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുപ്പിയിലിട്ട് വെക്കുകയാണെങ്കിൽ എയർ ടൈറ്റുള്ള നല്ല കുപ്പിയിൽ ഇട്ട് കൊടുക്കണം.
ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.